നമസ്കാരം പ്രിയമുള്ളവരെ, ഗസയുടെ വേദനകളെക്കുറിച്ച് സംസാരിക്കാതെ ഒരു ഈദ് ദിനവും പൂർണ്ണമാകുന്നില്ല. പ്രത്യേകിച്ചും ഗസയ്ക്കിത് പട്ടിണിയുടെയും പരിവേദനങ്ങളുടെയും ചോരയുടെയും ഒക്കെ മണമുള്ള ഈദായിരുന്നു. ഇന്നും 42 ഫലസ്തീനികളാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് എന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എങ്കിലും ഗസയ്ക്ക് ഇത് പ്രതീക്ഷാദായകം കൂടിയായ ഈദ് കൂടിയായിരുന്നു. കാരണം ലോകം ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന നിമിഷങ്ങളാണിത്. അതുകൊണ്ടാണ് ഞാൻ പട്ടിണിയുടെയും പരിവേദനങ്ങളുടെയും ചോരമണമുള്ള ഈദായിരുന്നുവെങ്കിലും ഒപ്പം ഗസയ്ക്കും ഫലസ്തീനുമൊക്കെ പ്രതീക്ഷ നൽകുന്ന ഈദ് കൂടിയാണ് എന്ന് പറയുന്നത്. സ്വതന്ത്ര ഫലസ്തീൻ എന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന സമയം കൂടിയാണിത്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനൊപ്പം ചരിച്ചിരുന്ന, ഇസ്രായേലിനൊപ്പം മാത്രം ചിന്തിച്ചിരുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വരെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന സങ്കല്പത്തിന് ചിറകു നൽകുന്നു എന്നത് വലിയ സന്തോഷമാണ് ഗസാ നിവാസികൾക്ക്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചുപോയേക്കാം, ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആ പോരാട്ടത്തിൻ്റെ വീതിയിൽ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, ഒരുപാട് അമ്മമാർ പെങ്ങന്മാർ വിധവകളായേക്കാം. പക്ഷേ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന സങ്കല്പം അത് യാഥാർത്ഥ്യമാകുന്നു എന്നത് ഗസയെ സംബന്ധിച്ച്, ഫലസ്തീനെ സംബന്ധിച്ച് നൽകുന്ന ആഹ്ലാദം ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ചും ഫ്രാൻസ്, ബ്രിട്ടൻ, സ്പെയിൻ മുതലായ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ ശക്തമായ സമീപനങ്ങളും പ്രസ്താവനകളും സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഉണ്ടാകുന്നു. UN-ൽ സ്വതന്ത്ര ഫലസ്തീൻ പ്രമേയത്തിന് അനുകൂലമായി വോട്ടിടും എന്ന തീരുമാനം ആ രാജ്യങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകുന്നു. യൂറോപ്യൻ യൂണിയൻ ഏകദേശം ഐകകണ്ഠമായി തന്നെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോക ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും ഒറ്റപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടതിന് ശേഷം ആ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളാണ് ഈ കാലഘട്ടത്തിൽ. ഒരുപക്ഷെ യുദ്ധത്തിൽ ഫലസ്തീൻ്റെ പക്ഷത്ത് ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടുന്നുണ്ടാകാം. നമ്മൾ ഈ ആളുകൾ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല യുദ്ധത്തിൻ്റെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത്. ആത്മാഭിമാനത്തിലൂന്നി ആ രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമര പന്താവിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടാകാം. പക്ഷേ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്ന നാൾ വഴികളാണ് കടന്നു വരുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ആളുകൾ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയവും പരാജയവും നിർണ്ണയിക്കുന്നതെങ്കിൽ വിയറ്റ്നാമും അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിൽ ലോകം അമേരിക്ക വിജയിച്ചതായി പ്രഖ്യാപിക്കണമായിരുന്നു. പക്ഷേ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വിയറ്റ്നാമാണ് യുദ്ധത്തിൽ വിജയിച്ചതെന്ന് ആണ് നാം പഠിക്കുന്നത്. കാരണം ആ യുദ്ധത്തിൽ വിയറ്റ്നാമികൾക്ക് നഷ്ടപ്പെട്ടത് ലക്ഷക്കണക്കിന് പൗരന്മാരെയാണ്. അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് 20,000-ഓ അതിൽ താഴെയോ ഒക്കെ സൈനികരെയാണ്. എന്നിട്ടും ആ യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു, വിയറ്റ്നാം വിജയിച്ചു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് ആ രാജ്യത്തിൻ്റെ, വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിലൂന്നി ആ രാജ്യം നടത്തിയ ഉദാത്തമായ സമരമായിരുന്നു. അതുപോലെയാണ് ഫലസ്തീൻ്റെ കാര്യവും. അവിടെ 10,000 മരിക്കുന്നുണ്ടാകാം, 1000 വിധവകളാകുന്നുണ്ടാകാം. പക്ഷേ ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിലൂന്നി ആ രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് ലോബിയെ, സയനിസ്റ്റ് രാജ്യത്തെ പരാജയപ്പെടുത്തുന്നു എന്നു തന്നെയാണ് അതിൽ നിന്ന് അർത്ഥമാകുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിന് ഈദ് സർപ്രൈസ് നൽകി എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഗസയുടെ ഭാഗത്ത് നിന്ന്, ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രതിരോധ സംഘടനയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രഹരം ഈദ് ദിനത്തിൽ ഇസ്രായേലിന് കിട്ടിയെന്ന വാർത്തകൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയാണ്. പ്രത്യേകിച്ചും റോയിട്ടേഴ്സും BBC-യും ഒക്കെ തന്നെയാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിനെ ഈദ് ഗിഫ്റ്റ് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഗസയുടെ ഈദ് ഗിഫ്റ്റ് ഇസ്രായേലിന് കിട്ടി, 4 സൈനികർ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ 42 ഫലസ്തീനികളും ഇസ്രായേലികളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയും മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം ഈ യുദ്ധത്തിൽ, അതായത് ഗസയിൽ നിന്ന് കൂടുതൽ ആസൂത്രിതമായ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇറാന്റെ ഒരു പങ്ക് അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ചും നേരത്തെ ഉണ്ടാകുന്നതിനേക്കാളും വ്യക്തവും ശക്തവുമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഗസയിൽ നിന്ന്, അതായത് പ്രതിരോധ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്ന ഡ്രോണുകൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വലിയ പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. അതായത് ഈ ഡ്രോണുകൾ അത് ഇറാൻ എത്തിക്കുന്നതാണോ, ഏതു മാർഗമാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ ശക്തവും വ്യക്തവുമായ മറുപടി ഇസ്രായേലിന് കൊടുക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തലുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കരയുദ്ധത്തിൽ ഇസ്രായേലിന് കടുക്കുന്നു, മുട്ടിട്ടിടിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്,
ഇറാൻ പുതിയ മിസൈലുകൾ വിജയിച്ചു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മാസം ആദ്യം ജൂൺ 1-2 ദിവസങ്ങളിൽ ഇറാനിൽ വ്യാപകമായ വ്യോമ നിരോധനം ഉണ്ടായിരുന്നു. കാരണം വിമാനങ്ങളൊന്നും പറക്കുവാൻ അനുവദിച്ചിരുന്നില്ല. അത് ഇത്തരം മിസൈലുകൾ പരീക്ഷിച്ചതാണെന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ഏറ്റവും വിഖ്യാതമായ അയൺ ഡോമുകളും അതുപോലെ ടാഡ് ആരോ മുതലായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുവാൻ തക്കവണ്ണമുള്ള നൂതന സംവിധാനങ്ങളാണ് ഈ ഇറാന്റെ പുതിയ മിസൈൽ പരീക്ഷണത്തിൽ നിറഞ്ഞിരിക്കുക. അതായത് ഇറാന്റെ പുതിയ മിസൈൽ അത് ഇസ്രായേലിന്റെ ഏറ്റവും വിഖ്യാതമായ താഡ് അതുപോലെ അയൺ ഡോമുകൾ എന്നിവയെ ഭേദിച്ചുകൊണ്ട് ഇസ്രായേൽ പതിക്കുവാൻ തക്കവണ്ണം ശക്തമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നതേ ഉള്ളൂ. തൽക്കാലം ഈ വാർത്താ അവലോകനമായി വിടവാങ്ങുകയാണ്. കാരണം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.